നമസ്തേ. രാംസ് വോയിസിലേക്ക് വീണ്ടും സ്വാഗതം. FBയിൽ ലൈവിൽ വന്നിട്ട് കുറച്ച് ദിവസമായി. എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും മലയാളി കിണ്ണം കാച്ചി വരികയാണ്. കേൾക്കാൻ ഒട്ടും സുഖമില്ലാത്ത കാര്യങ്ങളാണ് കേൾക്കുന്നത്. സമൂഹത്തിൽ വളരെ അവശരായി കഴിയുന്ന സാധുജനങ്ങൾക്ക്, വൃദ്ധർക്ക് കൊടുക്കുന്ന പെൻഷൻ, ക്ഷേമ പെൻഷൻ, അത് അടിച്ചു മാറ്റി പുട്ടടിക്കുന്നവരെ എന്താ വിളിക്കുക? നമ്മൾ ഈ ഇലനക്കിപ്പട്ടിയുടെ ചിറുനക്കിപ്പട്ടി എന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ ഇപ്പം പറയുക? സത്യത്തിൽ നമുക്ക് നമ്മളോട് തന്നെ ലജ്ജ തോന്നേണ്ടുന്ന അവസ്ഥയാണ്. മലയാളി ഇത്ര ദരിദ്രരാണോ എന്ന് ചോദിക്കാതെ വയ്യ. കേൾക്കുമ്പോൾ അറപ്പ് തോന്നുകയാണ്. BMW വണ്ടിയും എയർ കണ്ടീഷൻ റൂമൊക്കെ ഉള്ള വൻകിടക്കാരാണ് ഈ 1600 രൂപ വാങ്ങി ഒരു ലജ്ജയില്ലാതെ നക്കിയത്. എന്നിട്ട് ആ നക്കിയവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാതെ സർക്കാർ ഒളിച്ചു കളിക്കുമ്പോഴാണ് ആരാണ് ഇത് വാങ്ങി പുട്ടടിച്ചത് എന്ന് സാമാന്യ ജനങ്ങൾക്ക് ഒരു സാമാന്യ രീതിയിൽ തിരിച്ചറിയാൻ കഴിയുന്നത്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടത് ഗവൺമെൻറ്റിൻ്റെ ആശ്രിതർക്ക് എന്ത് തോന്നിവാസവും ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാം. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു അഴിമതി കണ്ടാൽ, ഇത് സാധാരണ അഴിമതിയല്ല, അസാധാരണമായിട്ടുള്ള അഴിമതിയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നിയമപരമായി അന്വേഷിക്കേണ്ടുന്നതാണ്. സർവീസിലിരിക്കുന്ന ആളുകൾ അത്തരം പണം വാങ്ങി നക്കിയിട്ടുണ്ടെങ്കിൽ അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. ഇതിനൊന്നും തയ്യാറാവാതെ ഒരു ഒഴുക്ക മട്ടിൽ അന്വേഷണം നടത്താം എന്ന് പറഞ്ഞ് നീങ്ങുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ കാണുന്നത്. ഈ അഴിമതിയെക്കുറിച്ച് മുൻപ് ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് കഴിഞ്ഞിട്ട് വർഷം ഒന്നായി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒരു പെൻഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ഉപഭോക്താവിനെ കുറിച്ച് അന്വേഷിക്കാനോ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്താനോ കഴിയില്ലെങ്കിൽ ഈ പിണറായി വിജയൻ എന്തിനാണ് അവിടെ അള്ളിപ്പിടിച്ച് നാറ്റിച്ചു ഇരിക്കുന്നത്? ഇറങ്ങിപ്പോയിക്കൂടെ അദ്ദേഹത്തിന്? ഈ മനുഷ്യൻ ചെയ്ത് എന്തെങ്കിലും ഒന്ന് ഗുണപരമായിട്ട് വന്നിട്ടുണ്ടോ? ഈ തള്ളലല്ലാതെ. ഇതിപ്പോൾ ഇന്നലെ ഉണ്ടായ ഒരു പ്രശ്നമല്ല. കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇങ്ങനെ അർഹത ഇല്ലാത്തവർ ഈ പണം വാങ്ങി പുട്ടടിക്കുന്നു. അർഹതപ്പെട്ടവർക്കാണെങ്കിൽ കിട്ടുന്നുമില്ല. പല അർഹതപ്പെട്ടവർക്കും ഈ പെൻഷൻ കിട്ടുന്നില്ല. അവർ പിച്ചെടുത്ത് ജീവിക്കുകയാണ്. ഈ പെൻഷൻ്റെ അവസ്ഥ നമ്മൾ മറിയച്ചേട്ടത്തിയിലൂടെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഒരു മരുന്ന് വാങ്ങിക്കാനുള്ള പണം പോലും തികയില്ല ഈ 1600 രൂപ. അത് യഥാവിധി എത്തേണ്ടിടത്തേക്ക് എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സർക്കാർ പിന്നെ എന്തിനാണെന്നേ? ഈ സർക്കാരിനെ കൊണ്ട് എന്തിന് കഴിയും? എനിക്ക് തോന്നുന്നു കേരളം കണ്ടതിൽ ഇത്രമാത്രം മോശപ്പെട്ട ഒരു സർക്കാർ ഉണ്ടായിട്ടില്ല.
ഇങ്ങനെ ഗതികെട്ട ഒരു സർക്കാർ ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയണം. ഏത് വിഭാഗത്തിലാണെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികൾ അഴിമതി കാണിച്ചെന്ന് വരാം. ഇതങ്ങനെയല്ല. ആയിരക്കണക്കിന് വമ്പന്മാർ. സർക്കാർ എന്തിനാ ലജ്ജിക്കുന്നത് അവരുടെ പേര് പുറത്തുവിടാൻ? ഞങ്ങൾക്കൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ട് ആ മാന്യന്മാരാരാണെന്ന്. ആ മാന്യന്മാരുടെ പേരും ചിത്രങ്ങളും ഒക്കെ പുറത്തു വരണം. കാരണം അത്രയും മ്ലേച്ഛമായിട്ടുള്ള ഒരു പണിയാണ്. സാധാരണ കക്കൂസ് പൊളിച്ച് കക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, അതിനേക്കാളും മോശമാണത്. അതിനേക്കാളും മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാന്യന്മാരാരായിരുന്നാലും ശരി, അവരെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. ജനങ്ങൾക്ക് അത് അറിയാനുള്ള താല്പര്യമുണ്ട്. ജനങ്ങൾ അത് അറിയുകയും വേണം. അത് അറിയാതെ പോകുന്നത് പലരെയും വെള്ളപൂശുന്നതാണ്. ഒന്നുകിൽ ഇത് പുറത്തറിയാതിരിക്കണമെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കൊടിയ സഖാക്കളായിരിക്കണം. അല്ലെങ്കിൽ പുറത്ത് വിടുന്നേ. എന്തിനാ ഈ മറഞ്ഞു നിൽക്കുന്നത്? അവർ പുറത്തേക്ക് കൊണ്ടുവരണം. സമൂഹത്തിൻ്റെ മധ്യത്തിൽ സാധാരണഗതിയിൽ നല്ല മുരിക്കിൻ്റെ കമ്പ് വെട്ടിയിട്ട് കവലയിൽ കെട്ടിയിട്ട് അടി കൊടുക്കേണ്ട സംഗതിയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ല, ഒരു നേരത്തെ മരുന്നിന് തികയാത്തൊരു തുക. അതിനുവേണ്ടി 4-5 മാസവും കാത്തിരുന്ന് സമരം ചെയ്ത് ബഹളമുണ്ടാക്കിയിട്ടാണ് ഈ സർക്കാർ ഈ നക്കാപ്പിച്ച കൊടുക്കുന്നത്. ആ നക്കാപ്പിച്ചയിൽ അനർഹരായിട്ടുള്ള ആയിരക്കണക്കിന്, എത്ര കോടി സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു. ഇത് തന്നെയാണ് സാധാരണഗതിയിൽ. ഇപ്പം നമുക്കറിയാം, അടിസ്ഥാന തട്ടിൽ തങ്ങൾക്കിഷ്ടപ്പെട്ടവർക്ക് മാത്രം തൊഴിൽ കൊടുക്കുന്ന, അതല്ലെങ്കിൽ തൊഴിലാളികളെ തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നും പ്രവർത്തിച്ചിട്ടുള്ളത്. അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ അണികൾക്കുള്ളതാണ്. അത് അർഹതപ്പെട്ടതോ അല്ലെങ്കിൽ അർഹതപ്പെടാത്തതോ എന്നുള്ളതല്ല. അവരുടെ കീഴിൽ നിൽക്കുന്നവർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. ആ രീതിയിൽ തന്നെ വേണം ഈ ക്ഷേമ പെൻഷനെയും കാണാൻ. ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയാണെങ്കിൽ പോലും ആ സ്ത്രീകളെ തങ്ങളുടെ കൊടി പിടിക്കാൻ കിട്ടിയില്ലെങ്കിൽ, തങ്ങളുടെ മീറ്റിങ്ങുകളിൽ ആളെ നിറയ്ക്കാൻ കിട്ടിയില്ലെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കാതെ വഞ്ചിക്കുന്ന അവസ്ഥ, അവർക്ക് തൊഴിൽ കൊടുക്കാതെ വഞ്ചിക്കുന്ന അവസ്ഥ. സർക്കാരിന് വേണ്ടി മുഷ്ടി ചുരുട്ടുന്നവരെ അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി ഏണിയാവുന്നവരെ സഹായിക്കുക. അത്തരം സഹായം ഈ പറയുന്ന കൊമ്പന്മാർക്ക് ഈ 1600 രൂപ കിട്ടാൻ വേണ്ടി ചെയ്തു കൊടുത്ത പിണിയാളുകളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആരാണിത് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്? ആരുടെ ശുപാർശയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്? ഇതൊന്നും അതാത് മേഖലകളിൽ അന്വേഷിക്കട്ടെ, ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട. സാധാരണഗതിയിൽ പോലീസ് അന്വേഷിക്കണ്ടേ? കാരണം ഇത് ആൾമാറാട്ടാണ്. ഒരു അർഹതപ്പെടാത്ത ഒരു സംഗതി കിട്ടുന്നത്, ആനുകൂല്യങ്ങൾ അടിച്ചു മാറ്റുന്നത് ക്രിമിനൽ ഒഫൻസാണ്. ആ ക്രിമിനൽ ഒഫൻസിനെ അതേ രീതിയിൽ കണ്ട് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടുന്നത് സർക്കാരിൻ്റെ കടമയല്ലേ? ആ കടമയിൽ നിന്ന് ഒളിച്ചോടുന്നത് കാണുമ്പോഴാണ് നമുക്ക് ലജ്ജ തോന്നുന്നത്. അത്തരം വൈകൃതമുള്ളവരെ, വൈകൃതം തന്നെ വേണം, അവരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവരെ വെള്ളപൂശാൻ ശ്രമിക്കാൻ സർക്കാർ തയ്യാറാവുന്നുണ്ടെങ്കിൽ സർക്കാരിന്
അതിൽ നല്ല പങ്കാളിത്തമുണ്ട്. ഈ അഴിമതിയിൽ സർക്കാരിൻ്റെ പങ്കാളിത്തമുണ്ട്, അല്ലെങ്കിൽ സർക്കാരെ മുന്നോട്ട് നയിക്കുന്ന പാർട്ടിയുടെ പങ്കാളിത്തമുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതണം. ഇത് മാത്രമല്ല, ഇന്ന് വേറെ റേഷൻ അരി മറച്ചു കൊണ്ടുവന്നത് നമ്മൾ കണ്ടു. വർഷത്തിൽ ഓണത്തിനും വിഷുവിനും കൊടുക്കുന്ന കിറ്റിലൂടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്ന ഒരു വ്യവസ്ഥയായി മാറിയിട്ടുണ്ട് ഈ പറയുന്ന സർക്കാർ, ഇടതുപക്ഷ സർക്കാർ. അതിൻ്റെ അടിത്തറ മുഴുവനും ഇളകിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ CPM ആളെ കാണില്ല, ഒക്കെ BJP പോയി തപ്പിയാലേ കാണുള്ളൂ. ആ രീതിയിലായിട്ടുണ്ട്. അതിനകത്ത് നിൽക്കുന്നവർക്ക് പോലും മടുപ്പും വിദ്വേഷവും തോന്നുന്ന രീതിയിലേക്ക് ആ പാർട്ടി തന്നെ മാറിയിട്ടുണ്ട്. അവരുടെ നേതാക്കളെ ഒരു ദിവസം കണി കണ്ടു പോകല്ലേ, അല്ലെങ്കിൽ അവരുടെ മുഖം ഒരു പത്രത്തിൽ വന്ന് കാണല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. കണ്ടാൽ അന്ന് വെള്ളം കൂടി മുട്ടും എന്നുള്ള അവസ്ഥയിലേക്ക്. എവിടെ നോക്കിയാലും അഴിമതി, കൈയിട്ട് വാരല്, ഒരു മേഖലയും അവർ വിട്ടിട്ടില്ല. ഇപ്പോൾ വയനാട്ടിലെ ദുരന്ത ഭൂമി ചൂണ്ടിക്കാണിച്ച് പിരിച്ചതും ഞെക്കിപ്പിഴിഞ്ഞെടുത്തതും എല്ലാം കൂടി കൂട്ടിവച്ചിരിക്കുക. എന്നിട്ട് അതിന് ഒരു ഭൂതം കാവലിരിക്കുക, ചെലവാക്കുന്നില്ല. നമുക്ക് അത്ഭുതം തോന്നിപ്പോവും. അവിടുത്തെ ഒരു കുടുംബത്തിന് 1 കോടി വെച്ച് കൊടുത്തു എന്ന് വിചാരിക്കുക. 500-600 കുടുംബങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. 600 കോടി ഉണ്ടെങ്കിൽ അവർക്കൊരു കോടി കൊടുത്താൽ അവർ ഇഷ്ടമുള്ള സ്ഥലത്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീട് വെച്ച് സുന്ദരമായി കഴിഞ്ഞു പോകും. സ്ഥലം വാങ്ങിച്ച് വീട് വെക്കാൻ 1 കോടി മതി. ഇത് അങ്ങനെ ഒരു ദുരന്തത്തെ പോലും എൻകാഷ് ചെയ്യാൻ സർക്കാർ ശ്രമിക്കുകയാണ്. സർക്കാർ ഏതെങ്കിലും രീതിയിലൊന്ന് മുന്നോട്ട് പോയിട്ട് സ്ഥലം മേടിക്കുകയോ, അപ്പോൾ പറയുന്നത് അത് എസ്റ്റേറ്റ് കണ്ടുകെട്ടാൻ ശ്രമിച്ചപ്പോൾ, എസ്റ്റേറ്റ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ കോടതിയിൽ പോയി. ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യുക? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ആ ഉപഭോക്താക്കളെ കണ്ടിട്ട് അവർക്ക് എന്താ കൊടുക്കേണ്ടത് പണമായിട്ട് കൊടുത്താൽ അവർക്ക് സന്തോഷമായിരിക്കും. അവർ സ്ഥലം മേടിച്ചോളും, വീട് വെച്ചോളും, സുന്ദരമായിട്ട് ജീവിച്ചോളും, ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ സർക്കാർ ടൗൺഷിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, സർക്കാർ ഉണ്ടാക്കിയ ബിൽഡിങ്ങിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ കൊല്ലം നമ്മൾ സ്കൂളിൻ്റെയൊക്കെ ഗതി കണ്ടല്ലോ, ഞോണ്ടിയാ പൊടിഞ്ഞു പോകുന്നത്. ഇപ്പോൾ എത്ര ബിൽഡിങ്ങുകൾ പണിതിട്ട് 6 മാസം കഴിയുന്നതിൻ്റെ മുന്നേ മൊത്തത്തിൽ ചോരുന്ന അവസ്ഥ. ഇപ്പോൾ സർക്കാർ, എനിക്കറിയാം, വയനാട്ടിലൊക്കെ പണ്ട് 2 ലക്ഷം 1.5 ലക്ഷം രൂപയ്ക്കായിരുന്നല്ലോ ഒരു ആദിവാസി, അതിന് 1 റൂമും 1 കിച്ചണും. അതായിരുന്നു അവരുടെ സങ്കല്പം. 1 റൂമും 1 കിച്ചണും. അതിന് 1.25 ലക്ഷം രൂപ പഞ്ചായത്തിന് കൊടുത്താൽ അതെടുക്കുന്ന കോൺട്രാക്ടർ സബ്ബായിട്ട് 60,000 രൂപയ്ക്ക് കൊടുക്കും. അവനത് 40,000 രൂപയ്ക്ക് സബ് എടുക്കും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ 1.25-1.5 ലക്ഷം രൂപയുടെ വീട് അവസാനം തീരുമ്പോൾ 40,000 രൂപയുടെ വീടാവും. 1 വർഷം പോലും അവറ്റകൾക്ക് അതിനകത്ത് കഴിഞ്ഞുകൂടാൻ പറ്റില്ല. എനിക്കറിയാം, എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഇതിൻ്റെ കോൺട്രാക്റ്റ് എടുത്ത് രക്ഷപ്പെട്ട് ലക്ഷപ്രഭുക്കളായിട്ടുള്ള ആൾക്കാർ എനിക്കറിയാം. സർക്കാർ നേതൃത്വം കൊടുക്കുന്ന, പ്രത്യേകിച്ച് ഇടതുപക്ഷം, ഏത് പക്ഷമാണെങ്കിലും ഉണ്ട് എങ്കിലും അവർ നേരിട്ട് നടത്തുന്ന പദ്ധതികൾ ഇതാർക്കാ കൊടുക്കുക? ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ അതിൽ 1 കോടി കൊടുത്തു കഴിഞ്ഞാൽ എത്ര കോടിയാണ് ഈ ടൗൺഷിപ്പിലേക്ക് എത്തുക? ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന 1600 രൂപയ്ക്ക് വേണ്ടി എച്ചിൽ നക്കുന്നത് പോലെ വന്ന് നക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഇതൊക്കെ നടപ്പിലാക്കേണ്ടത്. പിണറായി വിജയൻ്റെ ഈ പറയുന്ന ടൗൺഷിപ്പും സ്വപ്നങ്ങളും ഒക്കെ നടപ്പാക്കേണ്ടത് നമ്മൾ കണ്ടു.
ഇന്നാളെ ഈ പറയുന്ന ദുരിതബാധിതർക്ക് വന്ന ഡ്രസ്സിൻ്റെ അകത്തുനിന്ന് ജഡ്ഡി വരെ അടിച്ചു കൊണ്ടുപോയ സഹാക്കന്മാർ നമുക്കറിയാം. രാഷ്ട്രീയക്കാർ, സഹാക്കന്മാരും എല്ലാം ഉണ്ട്. ദുരിത കയത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുത്ത വസ്ത്രം കട്ടുകൊണ്ടുപോവുക, അരി കട്ടുകൊണ്ടുപോവുക. ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ ഈ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? സർക്കാരിൻ്റെ കീഴിൽ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എത്ര കാലം അവർക്ക് അവിടെ താമസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു മേഖല പോലുമില്ല അഴിമതിയില്ലാത്തത്. സർക്കാരും ഊരാളുങ്കലും സർക്കാരും. ഇതാണെന്ന് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണ്. സർക്കാർ തന്നെ ഊരാളുങ്കൽ, ഊരാൾ തന്നെ സർക്കാർ, ഊരാളുങ്കൽ തന്നെ സർക്കാർ. രണ്ട് വ്യത്യാസമില്ല, രണ്ടും ഒന്നായിട്ടുണ്ട്. അപ്പം എന്ത് പദ്ധതി നടക്കുകയാണെങ്കിലും തനിക്ക് എന്ത് കിട്ടും, തങ്ങൾക്ക് എന്ത് കിട്ടും, രണ്ട് ഉണ്ട്. തനിക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഇതിൻ്റെ പിന്നിലുള്ള വ്യക്തി അല്ലെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ അതിൻ്റെ ആളുകൾക്ക് എന്ത് കിട്ടും, അത് കഴിഞ്ഞ് പാർട്ടിക്ക് എന്ത് കിട്ടും. തനിക്കും പാർട്ടിക്കും കഴിഞ്ഞിട്ടുള്ളതാണ് എന്ത് പദ്ധതിയും. അതുകൊണ്ടാണല്ലോ പാർട്ടിയുടെ വലം കൈയായി നിൽക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഇവിടുത്തെ ഈ പറയുന്ന കൺസ്ട്രക്ഷൻ മുഴുവൻ ചെല്ലുന്നത്. വയനാടിന് നീതി ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി 2000 കോടി കൊടുത്തു വിചാരിക്കുക കേന്ദ്രം. വയനാട്ടിലെ ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് നീതി കിട്ടുമെന്ന്, ഈ സർക്കാരിൻ്റെ അടുത്ത് നീതി കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവിടെയാണ് ഈ പെൻഷൻ്റെ പ്രശ്നം വരുന്നത്. ഒരു ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് വിതരണം ചെയ്യാൻ കഴിയാത്തവരാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഇനി വയനാട്ടിലെ ഒരു തുരങ്കം, എല്ലാവരും അതിൻ്റെ പുറകെയാണ്. ഈ പറയുന്ന സ്പീഡ് റെയിൽവേ, തുരങ്കപാത, കാരണം അതിനൊക്കെയാണല്ലോ കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ആ കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് തങ്ങളുടെ ഭരണകാലത്ത് തുടങ്ങി വെച്ചെങ്കിലും അതിൻ്റെ കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. ഇതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സർക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ഇന്ന് വരെ ഈ രീതിയിലുള്ള സർക്കാർ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ മണ്ടത്തരം കാണിക്കുന്നത്. ഒരു ഗവൺമെൻറ്റിനെ വീണ്ടും തിരഞ്ഞെടുക്കുക. ഇനിയിപ്പോൾ ഈ സർക്കാർ പോയി വേറൊരു സർക്കാർ വന്നാലും സഞ്ചീര വല്ലതും വേണ്ടേ ഭരിക്കണമെങ്കിൽ? ഖജനാവ് തുള വീണ് അവിടെ പറ്റിപറ്റി കിടക്കുകയാണ്. ആ പറ്റിപ്പറ്റി കിടക്കുന്ന ഖജനാവിലേക്ക് കേരളത്തിൽ എന്തെങ്കിലും ദുരന്തം ഉണ്ടായിട്ടെങ്കിലും 4 കാശ് വരുമോ എന്ന് തപ്പി നടക്കുന്ന ഒരു സമൂഹമാണ് അവർ. ദുരന്തം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നു. അതല്ല, ഇത്രയും കോടി അതിൻ്റെ മേൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാരംഭ പ്രവർത്തനം ചെയ്തുകൂടെ? ഇത് കേന്ദ്രത്തിനെ അടിക്കാനുള്ളൊരു വടിയായിട്ടാണ് ഇവരത് ഉപയോഗിക്കുന്നത്. കയ്യിലുള്ള കാശ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനം തുടങ്ങുകയല്ല. കേന്ദ്രത്തിനെ എങ്ങനെ പറ്റിച്ചെടുക്കാം, കേന്ദ്രത്തിന് എത്ര വലിച്ചെടുക്കാം എന്നുള്ള അതിന് കൃത്യമായിട്ട് കോൺഗ്രസ് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു. ഈ കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൻ്റെ അധികാരത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തിയിട്ട് ഇവിടെ BJPയുടെ വളർച്ച തടയുക, അധികാരത്തിൽ കയറുക.
ഇന്ന് കേരളമില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. രാഹുൽ ഗാന്ധിക്ക് ജയിക്കണമെങ്കിൽ കേരളം വേണ്ടിയിരുന്നു. ഇപ്പൊ പ്രിയങ്കയ്ക്ക് ജയിക്കണമെങ്കിൽ കേരളം വേണം. ഇനി മാത്രം വരും. കഷ്ടം തന്നെയാണ് നമ്മുടെ കാര്യം. വയനാട്ടുകാരുടെ കാര്യം കഷ്ടമാണ്, കേരളത്തിൻ്റെ കാര്യവും കഷ്ടമാണ്. ഒരു കാര്യത്തിലും ഒരു നിലപാടില്ലാത്ത അവസ്ഥ. എന്തായാലും ഇവരാരൊക്കെയാണ് എന്ന് അറിയാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. ഈ പറയുന്ന എന്താ പറയുക, പുഴുത്ത് കിടക്കുന്നവൻ്റെ ദേഹത്ത് പുഴുവിനെ എടുത്ത് ഭക്ഷിക്കുക എന്നുള്ള രീതിയാണ് ആ അവസ്ഥ സൃഷ്ടിച്ച പിണറായി വിജയൻ സഖാവിന് കൂപ്പുകൈ. മറച്ചു വെക്കണം അവരെയൊക്കെ. പറ്റുമെങ്കിൽ അവരെയൊക്കെ വിളിച്ച്, ഈ 1500 പേരെ വിളിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തതിന് ഒരു പതക്കവും കൂടി കൊടുക്കണം സർക്കാർ. കഷ്ടമെന്നല്ലാതെ എന്താ പറയുക, അതിനപ്പുറം പറയാനൊന്നുമില്ല. ജനങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യാത്ത ഒരു സർക്കാരായി എന്ത് ചെയ്താലും അതിൽ പാകപ്പിഴവുകൾ മാത്രം സൃഷ്ടിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാർ വീണ്ടും വരും എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. പിണറായി വിജയൻ 3 അവിടേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. അത് വേറെ കാര്യം. അതിൽ നമ്മുടെ ജിമാർക്കും നല്ല പങ്കാളിത്തമുണ്ട്. കേരളത്തിൻ്റെ ഗതികേടാണ്. ഈ 2 കക്ഷികളെ നിയന്ത്രിക്കാവുന്ന മറ്റൊരു രാഷ്ട്രീയ സംവിധാനം കേരളത്തിലില്ലാത്തതാണ് ഏറ്റവും വലിയ ദുരിതം. ഒരു ചാലകശക്തിയായി മാറാൻ 10, 20, 30 സീറ്റുകളുള്ള ഒരിടത്തേക്ക് ഈ 3ാം കക്ഷികൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതാണ് ഈ കേരളത്തിന് ഏറ്റവും വലിയ ഗതികേട്. തോറ്റ് ഗിന്നസ് ബുക്കിൽ പേര് വരാവുന്ന ഒരു കക്ഷിയായി അത് മാറുമ്പോൾ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ഈ സമൂഹത്തിലുണ്ടാവും. ഇടത്തേക്കാലെടുത്ത് വലത്തേക്കാലും, വലത്തേക്കാലെടുത്ത് ഇടത്തേക്കാലും. ചിലപ്പോൾ ഇടത്തേക്കാലിൻ്റെ മന്ത് ഇപ്പോൾ ഏകദേശം 3ാം തവണയും കൂടി ഈ പൊതുസമൂഹം സഹിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അങ്ങനെയാണ് രാഷ്ട്രീയത്തിൻ്റെ പോക്ക്. ഏതായാലും പൊതുസമൂഹം ഒന്ന് ചിന്തിച്ചാൽ നല്ലത്. ഇങ്ങനെ പാപ്പാനും പാപ്പാത്തിയും കളിക്കുന്ന ഈ 2 സമവാക്യം കൊണ്ട് എന്ത് നേടാൻ പറ്റും കേരളത്തിന് എന്ന് ചിന്തിക്കേണ്ടുന്ന അവസ്ഥയാണ്. 5 കൊല്ലം കൂടുമ്പോൾ ആഘോഷമായി പോയി വിരൽ അമർത്തി പോരുന്ന ഒരു ജനതയായി കേരളം മാറിയിട്ടുണ്ട്. അല്പം പോലും ചിന്തിക്കാത്ത, കേരളത്തെ അല്പം പോലും പഠിക്കാത്ത, കേരളത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാത്ത ഒരു സമൂഹമായി കേരളത്തിലെ ജനങ്ങൾ മാറിയിട്ടുണ്ട്. ഇത്രയും കാലം നമ്മൾ ഉത്തരേന്ത്യയിലാണ് വിവരം കെട്ടവർ എന്നും പറഞ്ഞ് മണ്ടന്മാർ എന്ന് പറഞ്ഞ് നടന്ന് ഇന്ന് ഉത്തരേന്ത്യ നന്നായി രക്ഷപ്പെട്ടു. ധാരാളം തൊഴിലവസരങ്ങൾ,
ധാരാളം കമ്പനികൾ എല്ലായിടത്തും ഗ്രാഫ് മേൽപോട്ട്. കേരളത്തിലോ ഈ പറയുന്ന പെൻഷൻ പോലും അടിച്ചു മാറ്റി ജീവിക്കുന്ന ഒരു ജനത. ഒരു കമ്പനി വരുന്നില്ല, ഒരു ഫാക്ടറി വരുന്നില്ല, ഒരു ലക്ഷ്യബോധവുമില്ലാതെ അണികൾക്ക് കട്ടുമുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം. ഈ സംവിധാനം ഇന്ന് മാറും. അതാണ് ഇന്നത്തെ ചോദ്യം. വീണ്ടും ഭഗവാൻ സഹായിച്ചാൽ വീണ്ടും കാണാമെന്ന പ്രത്യാശയോടെ ഇന്നത്തേക്ക് നിർത്തുന്നു. എല്ലാവർക്കും ശുഭരാത്രി. തീർച്ചയായിട്ടും അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം ആരാണ് അടിച്ചു മാറ്റിയത് ആ 1600 രൂപ. ഏതൊക്കെ മാന്യന്മാരാണ്. വലിച്ച് കീറണം അവരെയൊക്കെ. നന്ദി, നമസ്കാരം.